എയർഡ്രോപ്പ് പോർട്ടബിൾ ഹോസ്പിറ്റൽ വികസിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാവുകയാണ് ഇന്ത്യ. എയർലിഫ്റ്റ് ചെയ്ത് 72 ക്യൂബുകളാക്കി പാക്ക് ചെയ്യാവുന്ന ലോകത്തിലെ ആദ്യത്തെ ദുരന്ത ആശുപത്രി ഇന്ത്യ അവതരിപ്പിച്ചു. ഈ പദ്ധതി ആരോഗ്യ മൈത്രി ക്യൂബ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പ്രോജക്ട് ഭീഷ്മ, ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ സഹ്യോഗ് ഹിതാൻ മൈത്രി ഇതിന്റെ ഭാഗമാണ്. യുദ്ധസമയങ്ങളിൽ ദ്രുതഗതിയിലും സമഗ്രമായും വൈദ്യസഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ എയർഫോഴ്സ് ഭീഷ് മേക്കിംഗ് എക്യുപ്പ് എന്ന പേരിൽ പോർട്ടബിൾ ആരോഗ്യമൈത്രി എയ്ഡ് ക്യൂബ് സേവനം ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ എയർഡ്രോപ്പ് പോർട്ടബിൾ ഹോസ്പിറ്റൽ വികസിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമെന്ന ഖ്യാതിയും ഇന്ത്യക്ക് സ്വന്തം. ഇന്ത്യ മെഡിക്കൽ സേവനങ്ങളുടെ ഫലപ്രദമായ ഏകോപനം, തത്സമയ നിരീക്ഷണം, കാര്യക്ഷമമായ മാനേജ്മെന്റ് എന്നിവ സുഗമമാക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡാറ്റ അനലിറ്റിക്സും സംയോജിപ്പിച്ചാണ് ഈ ക്യൂബുകൾ ഒരുക്കിയിരിക്കുന്നത്. അടിയന്തര സഹായം മുതൽ നൂതന മെഡിക്കൽ സർജിക്കൽ കെയർ വരെ വേണ്ടിവരുന്ന അപകടങ്ങളിൽ 8 ക്യൂബ് വെറും 12 മിനിറ്റിനുള്ളിൽ വിന്യസിക്കാനാകും. ഇന്ത്യൻ എയർഫോഴ്സ് ആഗ്രയിൽ വെച്ചാണ് ഭീഷ് പോർട്ടബിൾ ക്യൂബുകൾക്കായുള്ള ആദ്യ എയർഡ്രോപ്പ് ടെസ്റ്റ് നടത്തിയത്. അടിയന്തര ഘട്ടങ്ങളിൽ രാജ്യത്തുടനീളം ഈ സേവനം ലഭ്യമാക്കാനാണ് നീക്കം. ആഗ്രയിലെ എയർ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ഥാപനം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാരച്യൂട്ടുകൾ ഉപയോഗിച്ചാണ് 720 കിലോ ഭാരമുള്ള ഈ പോർട്ടബിൾ ആശുപത്രി 1500 അടി ഉയരത്തിൽ പറന്നത്. ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ മെഷീനുകൾ, രക്തപരിശോധനാ ഉപകരണങ്ങൾ, വെന്റിലേറ്ററുകൾ, അങ്ങനെ ഒരു ആശുപത്രിയിൽ വേണ്ടതെല്ലാം ഇതിലുണ്ട്. വെടിയേറ്റ മുറിവുകൾ, പൊള്ളലുകൾ, ഒടിവുകൾ, ഗുരുതരമായ രക്തസ്രാവം തുടങ്ങിയ പരിക്കുകൾ ചികിത്സിക്കുന്നതിനുള്ള ഉപകരണങ്ങളും ഇതിലുണ്ട്. ഓരോ യൂണിറ്റിനും ഒരു കോമ്പാക്ട് ജനറേറ്റർ, സ്ട്രെച്ചറുകൾ, മോഡുലാർ മെഡിക്കൽ ഗിയർ, മരുന്നുകൾ, ഭക്ഷണ വിതരണങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുമുണ്ട്. സൗരോർജ്ജ ബാറ്ററികളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. എയർ ഡ്രോപ്പുകൾ വഴിയോ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടുകൾ വഴിയോ എവിടെയും ഇത് വിന്യസിക്കാനാകും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജനുവരിയിൽ ഇത്തരത്തിൽ 2 മെഡിക്കൽ പോർട്ടബിൾ ക്യൂബുകൾ അയോധ്യയിൽ വിന്യസിച്ചിരുന്നു. പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കണക്കിലെടുത്തായിരുന്നു ഇത്. ഓപ്പറേഷൻ തിയേറ്റർ, മിനി ICU, വെന്റിലേറ്ററുകൾ, രക്തപരിശോധനാ ഉപകരണങ്ങൾ, എക്സ്റേ മെഷീൻ, കുക്കിംഗ് സ്റ്റേഷൻ, ഭക്ഷണം, വെള്ളം, പാർപ്പിടം, പവർ ജനറേറ്റർ എന്നിവയും അതിലേറെയും പോലുള്ള അവശ്യ ഉപകരണങ്ങളും സപ്ലൈകളും ഈ ക്യൂബുകളിൽ അടങ്ങിയിരിക്കുന്നു. 100 പേർക്ക് 2 ദിവസത്തേക്ക് അതിജീവിക്കാൻ ആവശ്യമായ സാധനങ്ങൾ നിറച്ച 36 മിനി ക്യൂബുകൾ പ്രത്യേക കൂട്ടിൽ സൂക്ഷിക്കാം. നട്ടെല്ലിന് പരിക്കുകൾ, നെഞ്ചിലെ പരിക്കുകൾ, നട്ടെല്ലൊടിവുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ ഗുരുതരമായ പരിക്കുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് ഈ ക്യൂബുകളുടെ പ്രധാന സവിശേഷതകളിലൊന്ന്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതിയായ ഭീഷ്മ പദ്ധതിയുടെ ഭാഗമാണ് ആരോഗ്യ മൈത്രി ക്യൂബ്. ഈ പ്രഖ്യാപനത്തെ തുടർന്ന് പ്രതിരോധ മന്ത്രാലയം ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരുന്നു. ജനുവരിയിൽ നടന്ന ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയിൽ പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധികളോ ബാധിച്ച വികസ്വര രാജ്യങ്ങൾക്ക് അവശ്യ മെഡിക്കൽ സപ്ലൈസ് നൽകാൻ ലക്ഷ്യമിട്ടുള്ള ആരോഗ്യ മൈത്രി പദ്ധതിയാണ് മോദി അവതരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.